ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 39ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 355ാമത്തെ നാമം മുതൽ 362ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അതുലശരഭോ ഭീമ സമയജ്ഞോ ഹവിർഹരിഹി സർവലക്ഷണ ലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അതുല, ശരഭ, ഭീമ, സമയജ്ഞ, ഹവിർഹരി, സർവലക്ഷണ ലക്ഷണ്യ, ലക്ഷ്മീവാൻ, സമതിഞ്ജയ എന്നിങ്ങനെ 8 നാമധേയങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമധേയമാണ് അതുല. അതുല എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയെയാണോ വേറെ ഒരു ശക്തിയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്തത്, ആ ഒരു ശക്തിയെ അതുല എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ ശക്തി താരതമ്യം ചെയ്യുന്നതിനും അപ്പുറമാണ്. അത് തന്നെയാണ് നമുക്ക് ഭഗവത്ഗീതയിലും പറഞ്ഞിട്ടുള്ളത്. അതായത് ഭഗവാന്റെ ശക്തിക്ക് തുല്യമായി വേറെ ഒന്നും തന്നെ ഇല്ല ഈ 3 ലോകത്തും. അത്രയധികം ശക്തിയാർന്ന ഒരു വലിയ യുഗങ്ങളെ പോലും സൃഷ്ടിച്ച് പരിപാലിച്ച് നശിപ്പിക്കുവാൻ തന്നിൽ ലയിപ്പിക്കുവാൻ സാധിക്കുന്ന ആ ഭഗവാന് അതുല എന്ന നാമധേയം. അതായത് ഭഗവാൻ ഒരു പഞ്ചഭൂതങ്ങളിൽ നിന്നും വരുന്ന ഒരു സൃഷ്ടിയിലും പെടുന്നില്ല. ഭഗവാന്റെ മനസ്സാകട്ടെ, ചിന്തയാകട്ടെ, ജ്ഞാനമാകട്ടെ ഒന്നും തന്നെ വേറൊരു വസ്തുവുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധ്യമേ അല്ല. അതിനാൽ സാക്ഷാൽ വിഷ്ണുവിന് അതുല എന്ന നാമധേയം. അടുത്ത നാമധേയം ശരഭ എന്നാണ്. ശരഭ എന്നാൽ ഏതൊരു ശക്തിയാണോ മറ്റൊരു സൃഷ്ടിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അതിനെ വീണ്ടും വീണ്ടും ജ്വലിപ്പിക്കുവാൻ സാധിക്കുന്നത്, ആ ശക്തിയെ ശരഭ എന്ന് പറയുന്നു. ശര എന്നാൽ ശരീരം എന്നാണ് അർത്ഥം. അതുപോലെ ഈ ശരീരം പഞ്ചഭൂതങ്ങളിലാൽ നിർമ്മിക്കപ്പെട്ടതിനാൽ അതിന് എപ്പോഴും വിനാശത്തിന് കാരണമാകുന്നു. അപ്പോൾ ഒരു ശരീരം സൃഷ്ടിക്കുമ്പോൾ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിച്ചതിനാൽ അതിന് വിനാശം സംഭവിക്കുമ്പോൾ തിരിച്ചത് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ അത് പോകുന്നു. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായ ആ ശരീരത്തിനുള്ളിൽ തേജസ്സും ഓജസ്സും കൊടുക്കുന്ന ആ പരമാത്മാവ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതിനാലാണ് ഭഗവാനെ ഏതൊരു പരബ്രഹ്മത്തിലും കുടികൊള്ളുന്ന ഈശ്വരനെ പരമേശ്വര എന്ന് വിളിക്കുന്നു. അതായത് ഭഗവാൻ ശിവന്റെയും രൂപത്തിലാണുള്ളത്. എങ്ങനെയാണോ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവിന്റെ രൂപത്തിലുള്ളത്, അതുപോലെ തന്നെയാണ് പ്രളയാവസാനത്തിൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച എല്ലാത്തിനെയും നശിപ്പിച്ചുകൊണ്ട് അതിൽ സ്വന്തമായി ലയിക്കുവാൻ വേണ്ടി പരമശിവന്റെ അവതാരവും ഭഗവാൻ എടുത്തിട്ടുണ്ട്. അതിനാൽ ഭഗവാന് ശരഭ എന്ന് പറഞ്ഞാൽ ഏതൊരു ജന്തുവാണോ സൃഷ്ടിയാണോ 8 കാലുകൾ ഉള്ളത്, അത് ഈ സിംഹത്തെ പോലും നശിപ്പിക്കുവാൻ കഴിവുള്ള ആ ഒരു ജീവിയുടെ പേരാണ് ശരഭ. അതിനാൽ ഭഗവാന് ശരഭ എന്ന നാമധേയം. അത് ഒരു അവതാരമാണ്, ഭഗവാന്റെ ഒരു അവതാരമാണ് ശരഭ. ആ ശരഭയ്ക്ക് 8 കാലുകളുണ്ട്. അത്രയും ശക്തിയുണ്ട്. കാരണം ഒരു സിംഹത്തെ പോലും നശിപ്പിക്കുവാൻ ഉള്ള കഴിവുണ്ട്. അടുത്ത നാമധേയം ഭീമ എന്നാണ്. ഭീമ എന്നാൽ ഏറ്റവും മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി ആരാണോ ഇരിക്കുന്നത് അവരെ ഭീമ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു അധർമ്മം നടന്നാലും അവിടെ ഒരു അവതാരമായി വന്ന് ധർമ്മത്തെ പരിപാലിക്കുന്നു. അതുപോലെ ഭഗവാൻ എല്ലാവർക്കും ഒരു ആശ്രയമായി ഇരിക്കുന്നു. അതിനാൽ ഭഗവാന് എപ്പോഴും
തൻ്റെ സൃഷ്ടികളിൽ എത്രത്തോളം പ്രിയമുണ്ട് എന്ന് അത് കാണിക്കുന്നു. എന്നാൽ ഭഗവാന് ഭീമ എന്ന നാമധേയം, ഭീമ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിപ്പത്തിൽ കൂടുതലുള്ളത് എന്നർത്ഥം. ഭഗവാൻ ഒരു പ്രപഞ്ചത്തിലും വെച്ച് എല്ലാത്തിനേക്കാട്ടിലും വലിപ്പത്തിലുള്ളതിനാൽ ഭഗവാന് ഭീമ എന്ന നാമധേയം. അതുപോലെ തന്നെ പഞ്ചപാണ്ഡവന്മാരുടെ ആ ഒരു നാമങ്ങൾ, അതായത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, അതിലുള്ള എല്ലാവരും തന്നെ ഭഗവാന്റെ അംശങ്ങളായി ജനിച്ചവരാണ്. അതിനാൽ ഭഗവാന് ഭീമ എന്ന നാമധേയം. അടുത്ത നാമധേയം സമയജ്ഞ. യജ്ഞ എന്ന് പറഞ്ഞാൽ അത് ഓരോ കാര്യത്തിലും ഉള്ളിലുള്ള സാരത്തെ കുറിക്കുന്നു. അതായത് 6 തരത്തിലുള്ള സാരങ്ങളാണുള്ളത്. അത് എല്ലാം അറിഞ്ഞിരിക്കുന്നതാരാണോ അവരെ സമയജ്ഞ എന്ന് പറയുന്നു. അതായത് സമയ എന്നാൽ നമ്മുടെ നേരത്തെ കുറിക്കുന്നു. അതായത് സൃഷ്ടി നടത്തുന്നതിനുള്ള നേരം, അത് ഏത് യുഗത്തിലാണ്, ആരൊക്കെയാണ്, അവരുടെ പൂർവജന്മത്തിലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ അറിയുന്ന ഭഗവാൻ. അതുപോലെ തന്നെ ആ സൃഷ്ടി, സ്ഥിതി, സംഹാരം മൂന്നും കഴിഞ്ഞതിന് ശേഷം അതൊരു യജ്ഞമായാണ് ഭഗവാൻ നടത്തുന്നത്. അതായത് ഭഗവാൻ എങ്ങനെയാണോ ഓരോ ഭക്തന്മാരുടെയും മനസ്സിൽ കുടികൊള്ളുന്നത്, അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ഓരോ കർത്തവ്യങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റെതായ ക്രമങ്ങളുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരാളാണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ തന്നെയാണ് ഭഗവാനെ പ്രഹ്ലാദൻ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഒരു പരമഭക്തനായി മാറിയ ഒരാളാണ്. അതിനാൽ ഭഗവാൻ ഏതൊരു അവസ്ഥയിലുണ്ടായാലും പൂർണ്ണമായി ഭഗവാനെ മാത്രം വിശ്വസിച്ചിട്ടുള്ള ആ പ്രഹ്ലാദന് പരമപദമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ ഏതൊരു സമയത്തും നമുക്കൊരാവശ്യം വരുമ്പോൾ ഭഗവാൻ വരുന്നതായിരിക്കും, അത് തീർച്ചയാണ്. അടുത്ത നാമധേയം ഹവിർ ഹരി എന്നാണ്. ഹവിർ ഹരി എന്നാൽ ഏതൊരു ഭക്തന്മാരാണോ യജ്ഞങ്ങളിലൂടെ ഭഗവാനെ പൂജിക്കുന്നത്, ആ പൂജകളൊക്കെയും ഭഗവാൻ സ്വീകരിക്കുന്നു. അതിനാൽ ഭഗവാന് ഹവിർ ഹരി എന്ന നാമധേയം. അതായത് ആരൊക്കെ മനസ്സ് കൊണ്ടുപോലും ഒരു നാമത്തിന്റെ രൂപത്തിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നുവോ അതുപോലും ഭഗവാൻ അങ്ങനെ 2 കൈകൊണ്ടും സ്വീകരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഞാൻ വളരെ സന്തോഷത്തോടെ ഓരോ യജ്ഞത്തെയും സ്വീകരിക്കും. അതൊരു നാമമാകട്ടെ, ഒരു ഫലമാകട്ടെ, ഒരു ഏത് തരത്തിലുള്ളതായാലും ഞാൻ അതിനെ ഏത് യജ്ഞത്തെയും ഞാൻ പൂർണ്ണമായും സ്വീകരിക്കുന്നതാണ്. അതിനാലാണ് ഭഗവാന് ഹവിഷാസ് എന്ന നാമധേയം. അതിനാൽ ഭഗവാൻ എപ്പോഴും 2 നാമത്തിലാണ് ഇവിടെ അറിയുന്നത്. അതായത് ഹവി, ഹരി. ഹവി എന്നാൽ ഒരു യജ്ഞത്തിലൂടെ ഭഗവാനെ ഉണർത്തുക എന്നത്. ഹരി എന്നാൽ ഏതൊരു പാപത്തെയും വാസനയെയും ഇല്ലാതാക്കുന്നത്. ഭഗവാൻ എല്ലാ ഭക്തന്മാരുടെയും പാപങ്ങളെയും ഇല്ലാതാക്കുന്നു. അവർ ഓരോ ജപത്തിലൂടെ ഭഗവാനെ ഉണർത്തുമ്പോൾ അത് പൂർണ്ണമായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭഗവാന് ഹവിർ ഹരി എന്ന നാമധേയം. അടുത്ത നാമധേയം സർവ ലക്ഷണ ലക്ഷണ്യ. അതായത് ഭഗവാനെ ഏത് രീതിയിലായാലും നമുക്ക് മനസ്സിലാക്കാം. അത് ജ്ഞാനത്തിലൂടെ ആയാലും കർമ്മത്തിലൂടെ ആയാലും ഭക്തിയിലൂടെ ആയാലും. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ദ്വൈതമായ ആ ഒരു പാതയായാലും അദ്വൈതമായ ഒരു പാതയായാലും രണ്ടും ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ്. അതിനാൽ ഭഗവാന് സർവ ലക്ഷണ ലക്ഷണ്യ എന്ന നാമധേയം. അടുത്ത നാമധേയം ലക്ഷ്മിവാൻ എന്നാണ്. ലക്ഷ്മി എന്നാൽ ഭഗവാന്റെ ദേവിയാണ്, ഭഗവാന്റെ സമ്പൽ സമൃദ്ധിയുടെ അടയാളമാണ്. അപ്പോൾ ഭഗവാൻ ആ ദേവിയെ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു.
അപ്പോൾ പുരുഷ എന്ന് പറയുന്ന ഈ ഒരു പ്രപഞ്ചത്തിൽ മുഴുവനും, പ്രകൃതിയുടെ മുഴുവനും കാരണഭൂതനായിട്ടുള്ള ഭഗവാന് ലക്ഷ്മിവാൻ എന്ന നാമധേയം. അതായത് ഭഗവാൻ ലക്ഷ്മിയിലൂടെ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നു, ജ്ഞാനം കൊടുക്കുന്നു, ധനം കൊടുക്കുന്നു, സമ്പത്ത് കൊടുക്കുന്നു, സമൃദ്ധി കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ വേറൊരാളിലും ആശ്രയിക്കാതെ സ്വന്തമായി ഇതൊക്കെ അനുഗ്രഹമായി കൊടുക്കുന്നു. അത്രയും പവിത്രമായിട്ടുള്ള ഭഗവാൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതിനാൽ ഭഗവാന് ലക്ഷ്മിവാൻ എന്ന നാമധേയം. അടുത്ത നാമധേയം സമിതിഞ്ജയ. ജയ എന്നാൽ എപ്പോഴും ജയിക്കുന്നവൻ എന്നർത്ഥം. സമിതിഞ്ജയ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ജയിക്കുന്ന ഏതൊരു ശക്തിയെയും സമിതിഞ്ജയ എന്ന് പറയുന്നു. അതായത് പരാജയമേ കണ്ടിട്ടില്ലാത്ത ഒരാൾ, അതായത് പരാജയം വരാത്ത ഒരാൾ, അദ്ദേഹത്തെ സമിതിഞ്ജയ എന്ന് പറയുന്നു. അതായത് പുരാണത്തിൽ ഭഗവാനെ കുറിച്ച് ഏതൊരു അധർമ്മത്തെയും എതിർത്തു പോരാടുന്ന ഭഗവാന് സമിതിഞ്ജയ എന്ന നാമധേയം. ഏതൊരു മനസ്സിലുള്ള വേദനയെയും ഇല്ലാതാക്കുന്ന ഭഗവാന് സമിതിഞ്ജയ എന്ന നാമധേയം. സമിതി എന്നാൽ യുദ്ധം എന്നർത്ഥം. യുദ്ധം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്നും നമ്മൾ ഒരു സത്യത്തെയും അധർമ്മത്തിനും തമ്മിലുള്ള ഒരു യുദ്ധം, ക്രോധത്തിനും ശാന്തതയ്ക്കും ഒരു യുദ്ധം, സന്തോഷത്തിനും ദുഃഖത്തിനും ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ എപ്പോഴും ധർമ്മം മാത്രമേ ജയിക്കുകയുള്ളൂ. സത്യമായാലും സന്തോഷമായാലും ശാന്തിയായാലും. അതിനാൽ ഭഗവാന് സമിതിഞ്ജയ എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അതുല, ശരഭ, ഭീമ, സമയജ്ഞ, ഹവിർഹരി, സർവലക്ഷണലക്ഷണ്യ, ലക്ഷ്മിവാൻ, സമിതിഞ്ജയ എന്നിങ്ങനെ 8 നാമങ്ങളാണ്. അതുല, ശരഭ, ഭീമ, സമയജ്ഞോ, ഹവിർഹരി, സർവലക്ഷണലക്ഷണ്യ, ലക്ഷ്മിവാൻ, സമിതിഞ്ജയ. താങ്ക് യു.